കഴിഞ്ഞ ദിവസം പൂനെയിൽ ഒരു കൊലപാതകം അരങ്ങേറി. 28-കാരിയാണ് കൊല്ലപ്പെട്ടത്. അവരെ കൊല ചെയ്തതാകട്ടെ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന അതേ സമപ്രായക്കാരനായ ഒരാൾ. രണ്ടുപേരും ഒരേ നാട്ടുകാരൊക്കെ തന്നെയാണ്. ഖദ്രട്ട് സ്വദേശിയാണ് ശുഭദ ശങ്കർ എന്ന പെൺകുട്ടി, 28-കാരി. ശിവാജി നഗർ സ്വദേശിയാണ് കൃഷ്ണ സത്യനാരായണൻ എന്ന യുവാവ്. ഇതിൽ കഴിഞ്ഞ വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഓഫീസിൻ്റെ ഒരു ബഹുരാഷ്ട്ര കമ്പനിയിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഇരുവരും. കമ്പനിയിൽ നിന്ന് അതിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഈ ക്രൂരത അരങ്ങേറുന്നത്. യുവതിയെ പലതവണ യുവാവ് കത്തികൊണ്ട് കുത്തി. യുവതി ശ്വാസം കിട്ടാതെ നിലത്തിരിക്കുന്നതൊക്കെ ആളുകൾ ഇങ്ങനെ കണ്ടു നിൽപ്പുണ്ട്. അതായത് ഇവരുടെ സഹപ്രവർത്തകരും അവിടുത്തെ മറ്റ് സ്റ്റാഫുമൊക്കെ കണ്ടു നിൽപ്പുണ്ട്. ആരും ഇയാളെ തടയാൻ ശ്രമിക്കുന്നില്ല. ഇയാൾ കത്തി ചുഴറ്റി യുവതിക്ക് ചുറ്റും പലതവണ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇയാളെ ആരും തടയുന്നില്ല. യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാനും നോക്കുന്നില്ല. കത്തി ഇയാൾ താഴെ ഇട്ടപ്പോൾ മാത്രമാണ് ഇയാളെ അവിടെ കൂടി നിന്നവർ മർദ്ദിക്കാൻ മർദ്ദിക്കുന്നതും. എന്നിട്ടും യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. വളരെ താമസം നേരിട്ടു. അതുകൊണ്ട് തന്നെ രക്തം വാർന്ന് യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും രക്തം വാർന്ന് യുവതിയുടെ മരണം സംഭവിച്ചിരുന്നു. ഇനി ഇതിൻ്റെ പിന്നാമ്പുറ കഥകളാണ് പോലീസ് പുറത്തുവിടുന്ന കഥ. അത് രണ്ട് തരത്തിലുള്ള കഥകൾ പുറത്തു വരുന്നുണ്ട്. ഒന്ന്, ഈ യുവതിയിൽ നിന്ന് ഈ പ്രതിയായ യുവാവ് പലതവണയായി കാശ് കടം വാങ്ങിയിരുന്നു. ആ യുവതി കാശ് തിരികെ ചോദിച്ചതിലുള്ള പക തീർക്കലായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് ഒരു പക്ഷം ആളുകൾ പറയുന്ന കഥ. മറ്റൊരു പക്ഷം പറയുന്ന കഥ മറ്റൊന്നാണ്. ഈ യുവതി ഈ യുവാവിൽ നിന്ന് കൃഷ്ണ സത്യനാരായണനിൽ നിന്ന് പലപ്പോഴായി കാശ് കടം വാങ്ങി. എന്ത് പറഞ്ഞ് പിതാവിന് സുഖമില്ല എന്ന് പറഞ്ഞാണ് വലിയ തുകകൾ കടം വാങ്ങിയത്. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് ഇയാൾ കാശ് തിരികെ ചോദിച്ചപ്പോൾ പിതാവ് ഇപ്പോഴും സുഖമില്ലാതെ കിടക്കുകയാണ്, രോഗാവസ്ഥയിൽ തന്നെയാണ്. ആ രോഗാവസ്ഥ കഴിഞ്ഞ ഉടൻ മടക്കിത്തരാമെന്ന് ഈ യുവതി യുവാവിനോട് പറഞ്ഞിരുന്നു. എന്നിട്ട് യുവാവിന് സംശയം തോന്നി, ഈ പിതാവിന് വയ്യായിക വല്ലതുമുണ്ടോ. അങ്ങനെ സംശയം തോന്നി അന്വേഷിച്ചപ്പോഴാണ് ഈ യുവതിയുടെ പിതാവിന് യാതൊരു കുഴപ്പവുമില്ല, നുണ പറഞ്ഞാണ് കാശ് വാങ്ങിയത് എന്ന് തെളിഞ്ഞു. അതിലുള്ള പകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഓഫീസിലെ പാർക്കിംഗ് ഏരിയയിൽ നടന്നതെന്നാണ് ഒരു വിഭാഗക്കാർ പറയുന്നത്. പോലീസ് അന്വേഷണം ഏതായാലും പുരോഗമിക്കുകയാണ്. പ്രതി കൃഷ്ണ സത്യനാരായണ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇനിയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതായാണ് പൂനെ പോലീസ് അറിയിച്ചിട്ടുള്ളതെങ്കിലും ആളുകളുടെ മധ്യത്തിൽ ഇത്രയും ക്രൂരമായ സംഭവം നടന്നിട്ട് അരങ്ങേറിയിട്ടും ഇയാളെ തടയുന്നതിനോ ബലപ്രയോഗത്തിലൂടെ കത്തി പിടിച്ചു വാങ്ങുന്നതിനോ മറ്റാരും ശ്രമിച്ചില്ല. ഒരു യുവതിയുടെ മരണത്തിന് മൂകസാക്ഷികളായി കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട അവസ്ഥയിൽ ആ ജനക്കൂട്ടം നിന്നത് അതിശയിപ്പിക്കുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ വധശ്രമത്തിൽ നിന്ന് പ്രതിയെ പിന്മാറ്റുകയും ഇരയാക്കപ്പെടുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം പൗരധർമ്മമായി മാറണം എന്ന വസ്തുത തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കഴിഞ്ഞ ദിവസം പൂനെയിൽ അരങ്ങേറിയ ശുഭദ ശങ്കർ കൊലക്കേസ്.